ഒന്ന് പിന്നെ പേട്രിയറ്റാണ്. പേട്രിയറ്റ് മൂവി ഡേറ്റ് പറയാലോ, ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. April 23rd ആണ് റിലീസ്. ഇറ്റ്സ് എ ബിഗ് മൂവി ഫോർ അസ്, ഫോർ ഓൾ ഓഫ് us. You see it as a film maker, we see it as fan boy, fan girl thing. ഇതിലൊരു ഇതിൻ്റെ ബഡ്ജറ്റ്, ഇതിൻ്റെ കവർ ചെയ്ത ലൊക്കേഷൻസ്, ഇതും കുറേയൊക്കെ ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ മഹേഷ് can ഷെയർ ചെയ്ത്. രണ്ടാമത് എനിക്ക് അറിയേണ്ട ഒരു പോയിന്റ്, നമ്മൾ ഏത് ഇങ്ങനത്തെ മൾട്ടി സ്റ്റാർ മൂവീസ് വരുമ്പോൾ ഒരു ഫേസ് ഓഫ് മൊമെൻ്റ് ഉണ്ടാവും, ഒരു പീക്ക് പോയിന്റ് ഉണ്ടാവും. ഇപ്പം നമ്മളത് ബാഹുബലിയിൽ കണ്ടിട്ടുണ്ട്, 2020 കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല മൂവിയിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പൾവാൾ ദേവനും മറ്റേ ബാഹുബലിയും കൂടി നിൽക്കുന്ന മുഖങ്ങൾ, അങ്ങനത്തെ പീക്ക് മൊമെൻറ്റ്സ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നെങ്കിലും പറഞ്ഞാൽ, രണ്ടെണ്ണമായാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഡെഫിനറ്റ്ലി ദാറ്റ് ഫിലിം ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് സർപ്രൈസസ്. ഒരുപാട് സർപ്രൈസുകൾ ഉള്ളൊരു സിനിമ. കാരണം ഞാനത് ഒരു കമേഴ്ഷ്യൽ റൈഡായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നതും. ആൻഡ് ഞാനത് എനിക്ക് മമ്മൂക്കയുടെ അടുത്തോട്ട് ഒരു കഥ നമുക്ക് എഴുതി വരുമ്പോൾ ഇത് മമ്മൂക്കയോട് പറയാം എന്ന് തോന്നിപ്പോയൊരു കഥയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് വളർന്നത് മൊത്തം. ഫഹദുണ്ടായി, ചാക്കോച്ചൻ വന്നു, ലാൽ സാറ് വന്നു, പിന്നെ രേവതി ചേച്ചി വന്നു, ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാം വന്നു. സോ ഞാനതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്കൊരു കമേഴ്ഷ്യൽ സിനിമ പ്രസൻറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിനകത്തൊരു പുതിയ ലാംഗ്വേജ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർമുലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് പറയാൻ പറ്റത്തില്ല. ദർ ഇസ് സംതിങ് വിച്ച് ഇസ് യുണീക്ക് ഇൻ ദാറ്റ് ഫിലിം. ഓൾസോ ഇറ്റ്സ് പൊളിറ്റിക്കൽ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് എന്താ പറയുന്നത്, ഫാൻസ് മൊമെൻറ്റുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ദർ ആർ മൊമെൻറ്റ്സ്, സം ഗുഡ് മൊമെൻറ്റ്സ് വിച്ച് ആർ ഞങ്ങൾ ചെറിഷ് ചെയ്യുന്ന മൊമെൻറ്റ്സ്. കാരണം പറയാൻ പറ്റില്ല, അത് സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് വി കുഡ് ആക്ച്വലി വി ഹാഡ് ലൈക്ക് ഒരു 10 ദിവസത്തോളം മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ടുഗദർ പെർഫോമിങ്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്.